സഹകരണ ബാങ്കിംഗ് മേഖലയിൽ CPMനെ പൂട്ടിടാൻ അമിത്ഷായുടെ സർജിക്കൽ സ്ട്രൈക്ക് വരുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകൾ സ്ഥാപിക്കാൻ റിസർവ് ബാങ്കിന്റെ അനുമതി ലഭിച്ചിരിക്കുകയാണ്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക കേരളത്തെയും CPMനെയുമായിരിക്കും. കാരണം തിരഞ്ഞെടുപ്പ് ഫണ്ട് ഉൾപ്പെടെ പാർട്ടിയുടെ ഫണ്ടുകൾ കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് CPM നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകളിലൂടെയാണ്. ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിൽ നിയന്ത്രണം വരുന്നതോടെ CPM നേതാക്കൾക്കും ക്കുമുള്ള അലവൻസ്, അവർ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ പ്രവർത്തനം, രക്തസാക്ഷികളുടെ കുടുംബങ്ങൾക്കും നിർധനർക്കും നൽകുന്ന ധനസഹായം എന്നിവ ഉൾപ്പെടെ അവതാളത്തിലാകും. പാർട്ടിയുടെ പ്രവർത്തനത്തെ അപ്പാടെ തകിടം മറിക്കുമെന്നും വിലയിരുത്തുന്നുണ്ട്. നാഷണൽ അർബൻ കോഓപ്പറേറ്റീവ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന് കീഴിലായിരിക്കും അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന പേരിൽ വരുന്ന സ്ഥാപനങ്ങൾ കേന്ദ്ര നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുക. NUC-FDCക്ക് ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനിയായും അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിംഗ് മേഖലയുടെ സ്വയം നിയന്ത്രണ സ്ഥാപനമായും പ്രവർത്തിക്കാൻ റിസർവ് ബാങ്ക് അനുമതി നൽകി കഴിഞ്ഞു. ATM സൗകര്യം, ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ, ക്ലിയറിംഗ് സംവിധാനം, SLR പരിധി നിലനിർത്തുന്നതിന് റീഫിനാൻസിംഗ് എന്നിവ നൽകുന്നതിന് അർബൻ സഹകരണ ബാങ്കുകൾക്ക് സാധിക്കും. നിലവിൽ രാജ്യത്തുടനീളം 11,000 ശാഖകളോടെ 1,500-ലധികം അർബൻ സഹകരണ ബാങ്കുകളുണ്ട്. അമിത്ഷാ മന്ത്രിയായ സഹകരണ വകുപ്പിന്റെ കീഴിലായിരിക്കും ഇത്തരം ബാങ്കുകൾ പ്രവർത്തിക്കുക. ഗുജറാത്തിലെ സഹകരണ ബാങ്കുകളുടെ സംസ്ഥാന പ്രസിഡന്റും RSSന്റെ കീഴിലുള്ള സഹകാർ ഭാരതിയുടെ ദേശീയ പ്രസിഡന്റുമായ ജ്യോതീന്ദ്ര മേത്തയാണ് NUC-FDCയുടെ ചെയർമാൻ. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഇത്തരമൊരു നീക്കം സംസ്ഥാനത്തിന് തിരിച്ചടിയായേക്കും. ഈ ആശങ്ക കേരളം പറഞ്ഞിട്ടുമുണ്ട്. സംസ്ഥാനത്തെ ജില്ലാ സഹകരണ ബാങ്കുകൾ ലയിപ്പിച്ചാണ് കേരള ബാങ്ക് സ്ഥാപിച്ചത്. നിലവിൽ കേന്ദ്രം ഇത്തരമൊരു നീക്കം നടത്തുന്നതോടെ കേരള ബാങ്കിന്റെ പ്രസക്തി നഷ്ടപ്പെടുമോ എന്ന ആശങ്കയാണുള്ളത്. പൊതുമേഖല പുതുതലമുറ ബാങ്കുകൾ നൽകുന്ന സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന വാഗ്ദാനവുമായാണ് കേരള ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത്. ത്രിതല സംവിധാനമാണ് സഹകരണ ബാങ്കിനുള്ളത്. സംസ്ഥാന സഹകരണ ബാങ്ക്, ജില്ലാ സഹകരണ ബാങ്ക്, പ്രാഥമിക സഹകരണ ബാങ്ക് തുടങ്ങിയ സ്ഥാപനങ്ങളാണ് സംസ്ഥാനത്തെ സഹകരണ ബാങ്കിംഗ് മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നത്. ഇതിലെ സംസ്ഥാന സഹകരണ ബാങ്കും 14 ജില്ലാ സഹകരണ ബാങ്കുകളും സംയോജിപ്പിച്ചുകൊണ്ടാണ് കേരള ബാങ്കിന്റെ രൂപീകരണം.